കോഴിക്കോട് DMO ഓഫീസിലെ അധികാര കസേരക്കളിയിൽ ഒടുവിൽ ക്ലൈമാക്സ്. ഡോക്ടർ ആശാദേവിയെ DMO ആയി നിയമിച്ച സർക്കാർ പുതിയ ഉത്തരവിറക്കി. ഡിസംബർ 9 സ്ഥലംമാറ്റ ഉത്തരവ് അതേപടി നടപ്പാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷമായിരുന്നു. ഓഫീസുകളിൽ കേക്ക് മുറിച്ചും ഭക്ഷണം വിതരണം ചെയ്തും സർക്കാർ ജീവനക്കാരും ക്രിസ്തുമസ് ആഘോഷം കെങ്കേമമാക്കി. എന്നാൽ കോഴിക്കോട് DMO ഓഫീസിലെ കാര്യങ്ങൾ അല്പം വെറൈറ്റി ആയിരുന്നു. ഇവിടെ നടന്നത് ക്രിസ്തുമസ് ആഘോഷമായിരുന്നില്ല, പകരം കസേരകളിയായിരുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള കസേരകളി. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ രംഗങ്ങൾ അനുവർത്തമാക്കും വിധമായിരുന്നു നമ്മളിപ്പോൾ ഉള്ള DMO ഓഫീസിലെ കഴിഞ്ഞ 2 ദിവസമായുള്ള കാഴ്ചകൾ. ട്രിബ്യൂണൽ ഉത്തരവുമായി നിലവിലെ DMO ആയ ഡോക്ടർ N രാജേന്ദ്രനും സർക്കാരിന്റെ സ്ഥലംമാറ്റ ഉത്തരവുമായി ഡോക്ടർ ആശാദേവിയും 2ാം ദിനവും ജോലിക്കെത്തി. ആദ്യമെത്തിയ ഡോക്ടർ N രാജേന്ദ്രൻ സീറ്റ് കൈക്കലാക്കി. പിന്നാലെ ഡോക്ടർ ആശാദേവിയും ക്യാബിനിലേക്ക്. തുടർന്ന് താനാണ് DMO എന്ന ഭാവത്തിൽ ഇരുവരും മുഖാമുഖം നോക്കിയിരുന്നു. കസേര പോകുമെന്ന ഭയത്തിൽ ഇരുവരും ഇരിപ്പുറപ്പിച്ചു. ഉച്ചയോടെ ഡോക്ടർ ആശാദേവി താൽക്കാലികമായി ഓഫീസ് വിട്ടു. വൈകിട്ട് ഡോക്ടർ രാജേന്ദ്രനും ഓഫീസിൽ നിന്നും ഇറങ്ങി. ചോദ്യങ്ങളോട് മൗനമായിരുന്നു മറുപടി. എനിക്കൊന്നും പറയാനില്ല, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്കൊന്നും പറയാൻ. 5 മണിയോടെ ആശാദേവി DMO കസേരയിൽ തിരികെ എത്തി. കസേരകളിക്കൊടുവിൽ ആശാദേവിയെ പിന്തുണച്ചാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. ഇതുപ്രകാരം 9 പുറത്തിറങ്ങിയ മുഴുവൻ സ്ഥലം മാറ്റവും നടപ്പാക്കും. ഡോക്ടർ രാജേന്ദ്രൻ DHSന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനമേൽക്കണം. 9 പുറത്തിറങ്ങിയ ആരോഗ്യവകുപ്പിന്റെ സ്ഥലം മാറ്റ ഉത്തരവാണ് തർക്കങ്ങൾക്കും കാരണമായത്. ട്രിബ്യൂണലിനെ സമീപിച്ച ഡോക്ടർ N രാജേന്ദ്രൻ സ്ഥലംമാറ്റ ഉത്തരവിന് സ്റ്റേ വാങ്ങുകയായിരുന്നു. ഇന്നലെ സ്ഥലംമാറ്റ ഉത്തരവും കോടതി ഉത്തരവുമായി ഡോക്ടർ ആശാദേവിയും എത്തിയതോടെയാണ് രംഗം വഷളായത്. സംഭവം ചർച്ചയായെങ്കിലും താനാണ് യഥാർത്ഥ DMO എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇരുവരും. സംഭവ വികാസങ്ങളിൽ ജീവനക്കാരും അന്തം വിട്ടുനിന്നു. DMO ഓഫീസിൽ ഭരണസ്തംഭനം എന്ന ആരോപണവുമായി NGO അസോസിയേഷൻ പ്രതിഷേധിച്ചു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ താണ്ഡവമാടുന്ന കോഴിക്കോടാണ് കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിലുള്ള അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത്. ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അലംഭാവമുണ്ടായി എന്ന കാര്യം പച്ചവെള്ളം പോലെ വ്യക്തമാണ്. ഈ ഉത്തരവോടെ ഇതെല്ലാം കെട്ടടങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലയിടത്തുമുണ്ട്. അത് പരിഹരിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനും നിയോഗിക്കപ്പെട്ട ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജില്ലയിലെ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന DMO. ആ DMO ആര് എന്നതിൽ ഏതാണ്ട് 36 മണിക്കൂർ തർക്കമായിരുന്നു. വളരെ വൈകി ഇത്രയും വലിയ വാർത്തകളും ചർച്ചകളും ഒക്കെ നടന്ന ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ തന്നെ അവിടെ ഉണ്ടായത്. ഉദ്യോഗസ്ഥർക്ക് മറ്റ് ജീവനക്കാർക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ ഓഫീസിൽ സേവനം തേടി എത്തുന്ന നാട്ടുകാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ ഇതാ ഇപ്പോൾ ഇടപെട്ടു. അവിടെ ഒരു DMO ആയിട്ടുണ്ട്. ഇനിയും ഇവിടെ അവസാനിക്കുമോ അതോ വീണ്ടും നിയമയുദ്ധമോ ഒക്കെ നടക്കുമോ എന്നറിയില്ല. എന്തായാലും കാത്തിരിക്കാം.